ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒട്ടും ഓയിലില്ലാതെ ചെയ്തെടുത്ത വളരെ ടേസ്റ്റിയായ ഒരു ചിക്കൻ ദം ഫ്രൈ ആണ് കേട്ടോ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ചിക്കൻ സ്റ്റീം ചെയ്താണ് ഇവിടെ ഫ്രൈ ആക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതിനു വേണ്ടിയുള്ള മസാല നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണും അധികം വെള്ളമില്ലാത്ത തൈര് കൂടി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ സോൾട്ട്, സോയാ സോസ് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ വിനെഗർ. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മസാല നമുക്ക് വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഫിഷിലേക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് മസാലയാണ്. ഞാനിവിടെ 4 വലിയ ചിക്കൻ പീസസ് ഇങ്ങനെ ലൈനിട്ട് മസാല പിടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. എന്നാലേ മസാല ഉള്ളിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റിയായി വരുള്ളൂ. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഇനി എല്ലാ പീസസിലും ഇങ്ങനെ മസാല നമുക്ക് 2 സൈഡിലും പുരട്ടി കൊടുക്കാം. ഇപ്പോൾ എല്ലാ പീസസിലും മസാല തേച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ്സ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പീസസിലും നല്ല മസാല പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഒരു ചുവട് കട്ടിയുള്ള കുറച്ച് കുഴിയുള്ള ഒരു പാൻ എടുത്ത് 1 ടീസ്പൂൺ ഗീയോ ഓയിലോ ഇങ്ങനെ പരട്ടി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഓൾഡ് തവ എടുത്ത് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ചൂടായതിനു ശേഷം നമ്മൾ ഗീ പുരട്ടി വെച്ച ഈ പാന് അതിൻ്റെ മുകളിൽ വെച്ച് ചൂടായതിനു ശേഷം നമുക്ക് പീസസ് വെച്ച് കൊടുക്കാം. ഓരോ പീസസും ഈ രീതിയിൽ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ കവർ ചെയ്തിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. സ്റ്റീം പോവാതെ ലിഡിൻ്റെ ഹോള് അടച്ചതിന് ശേഷം വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. എങ്കിലേ ചിക്കൻ നല്ല സോഫ്റ്റായി എല്ലാ ഭാഗവും ഒരുപോലെ കുക്കായി കിട്ടുള്ളൂ. 10 മിനിറ്റ്സിന് ശേഷം തുറന്ന് നോക്കാം. ചിക്കൻ പീസസിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു സൈഡ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ്സ് കൂടി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വീണ്ടും 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇപ്പോൾ മറ്റേ സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി ഫ്രൈ ആയി നല്ലൊരു മണവും എല്ലാ ഫ്ലേവറും ആ പീസസിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ നമുക്ക് ദശക്കട്ടിയുള്ള ഫിഷും ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾ ഫിഷ് വെച്ച് ഈ സെയിം മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഒരു 5 മിനിറ്റ്സ് കൂടി ബോത്ത് സൈഡ്സ് നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് കവർ ചെയ്യാതെ വേണം ചെയ്തെടുക്കാൻ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നന്നായി മസാല പിടിക്കുന്നതുമാണ്, നന്നായി കുക്കാവുന്നതുമാണ്. ഇപ്പോൾ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം നന്നായി മൊരിഞ്ഞും മസാല പിടിച്ച് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒട്ടും ഓയിലില്ലാതെയാണ് നമ്മൾ ഈ ഡിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ ഹെൽത്തിയായി ചെയ്തെടുത്ത ഈ ഒരു ചിക്കൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനിയും ഡിഫറെൻറ്റ് റെസിപ്പി ആയിട്ട് എത്തുന്നതാണ്. അതുവരേക്കും ഇറ്റ്സ് മീ നൗഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.